ഇന്നലെയും കൂടി പ്രിയദർശിനി ബസ്സിൽ നിന്ന് വനിതാ കണ്ടക്ടർ തിരക്ക് കൊണ്ട് പുറത്തേക്ക് തെറിച്ച് വീണ് പരിക്ക്. ഈ തിരക്ക് കണ്ടിട്ടും വീണ്ടും അതിൻ്റെ അകത്തോട്ട് കുത്തിക്കയറാൻ കാണിക്കുന്ന ഒരു മനസ്സ് ആരും കാണാതെ പോരുത്. നിങ്ങൾക്ക് സൗജന്യം ഏതൊരു പദ്ധതി കൊണ്ടുവന്നാലും അത് ദുരുപയോഗം ചെയ്യാനായിട്ട്, അത് ഇല്ലാതാക്കാനായിട്ടും കുറേ എണ്ണങ്ങൾ ഇങ്ങനെ തുനിഞ്ഞു നടക്കും. ഇത്രയും നാളും കാശ് കൊടുത്ത് തന്നെയല്ലേ പോയിക്കൊണ്ടിരുന്നത്. ഇത്ര തിരക്കില്ല. അതിൻ്റെ അകത്ത് വല്ല പ്രായമായവരൊക്കെ എങ്ങനെ കയറുമെന്നാൽ ഇത്ര തിരക്കിൻ്റെ ഇടയ്ക്ക് വയ്യാത്തവർക്ക് കയറാൻ പറ്റുമോ? പിന്നെ പ്രായമായവർക്ക് കയറാൻ പറ്റുമോ? കുട്ടികൾക്ക് കയറാൻ പറ്റുമോ? പിള്ളേർ കയറുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ശ്വാസം മുട്ടും. അതുകൊണ്ട് ദയവ് ചെയ്തൊരു പൊടിക്ക് അടങ്ങ്. അത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ളത് നമുക്ക് എല്ലാവർക്കും, ഞാനും സ്ത്രീ തന്നെയാണല്ലോ. നമ്മളിതുപോലെ ഒരു അമ്പലത്തിൽ പോകാനായിട്ട് നിന്നപ്പോൾ ഒരു 5-8 പേര് അവിടെ നിൽപ്പുണ്ട്. പ്രൈവറ്റ് ബസ് വന്ന് നമ്മൾ കയറാനായിട്ട് പോയി. അപ്പോൾ വിളിച്ചപ്പോൾ ആരും ഒരെണ്ണനങ്ങണില്ല അവിടെ നിന്ന്. അയ്യോ പ്രിയദർശിനി വരും, നമ്മൾ വരണില്ല. അപ്പോൾ അതിലാണെങ്കിൽ പൂര തിരക്കാണ്. വരുന്നതെല്ലാം തിരക്ക് തന്നെ. നമ്മൾ പിന്നെ പ്രൈവറ്റിൽ കയറി പോയി. ഈ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ കയറിയില്ല എന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞ് താഴെ വീഴത്തൊന്നുമില്ല. നമുക്കിപ്പോൾ ട്രെയിനിലും ഡിസേബിൾഡ് പ്രത്യേക കമ്പാർട്ട്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ടിക്കറ്റിന് ഇളവുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് റിസർവ് ചെയ്ത് പ്രത്യേകം പോകുന്നത് അതിൻ്റെ അകത്ത് വലിഞ്ഞ് കയറാതെ? കാരണം അതിൻ്റെ അകത്ത് തിരക്കാണെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ തിരക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് കിട്ടും, ഫ്രീ കിട്ടും എന്ന് പറഞ്ഞ് അതിൻ്റെ അകത്ത് തന്നെ ചാടി തൂങ്ങിപ്പിടിച്ച് ശരീരം ഒടിഞ്ഞു പോകണമെന്ന് വല്ല നിർബന്ധമുണ്ട്, വല്ല വാശിയുണ്ടോ? ഇങ്ങനെ ഈ സാധാരണപ്പെട്ട അത് ഓരോരുത്തരുമാണ്, നിങ്ങൾ തന്നെ സ്വയമാണ് ചിന്തിക്കേണ്ടത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ ദയവ് ചെയ്ത് പ്രൈവറ്റ് ബസ് കൂടി ഉപയോഗിക്കൂ. ആ പദ്ധതിനെ ഇല്ലാതാക്കാതെ. പ്രായമായവരൊക്കെ കയറിക്കോട്ടെ, സ്വയമേ വിചാരിച്ചാൽ പോലെ. അല്ലെങ്കിൽ ഇടി കൊണ്ട് എവിടെയെങ്കിലും കിടക്കുക, അത്രേ പറയാനുള്ളൂ. ഈ ഒരു കമൻറ്റ് ഒരു വീഡിയോയുടെ താഴെ ഇട്ടപ്പോൾ ഒരുത്തം വന്ന് എൻ്റെ അടുത്ത് ചൊറിഞ്ഞതാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാൻ നിന്നില്ല. എന്നാൽ പോട്ടെ, കയറി പോട്ടെ. ഓസിന് കിട്ടിക്കഴിഞ്ഞാൽ ആസിഡ് അടിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു ഇത് തന്നെ. ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ സ്ത്രീകളെല്ലാം കൂടി ഒരുമ്പെട്ടിറങ്ങുമെന്ന് തന്നെ പറയാം. ഒരുമ്പെട്ടിറങ്ങി അതിൻ്റെ അകത്തെ കയറുവെള്ളമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് തൂങ്ങി നിന്ന് കഴിഞ്ഞാൽ ഉടനെ ആ പദ്ധതി ഒരുപാടൊന്നും ഓടത്തില്ല. മനസ്സിലായോ? ആ പദ്ധതി ഒരുപാട് അല്ലെങ്കിൽ പിന്നെ കറക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് അതിൻ്റെ അകത്ത് ഇത്ര പേരെ കയറ്റുള്ളെന്ന് അവർ നിൽക്കണം. അവരത് നിന്ന് കയറട്ടെ, നിന്ന് വെയിറ്റ് ചെയ്ത് മണിക്കൂറും വെയിറ്റ് ചെയ്ത് നിന്ന് പതുക്കെ കയറട്ടെ. അല്ലെങ്കിൽ പ്രിയദർശിനി അതും നഷ്ടം തന്നെയല്ലേ. വീണ്ടും ഇങ്ങനെ ട്രിപ്പ്, അതും നഷ്ടം തന്നെ. എല്ലാം കണക്കാണ്. എന്തൊക്കെ വരുത്തി വെക്കുമെന്ന് ദൈവത്തിനറിയും. ഇപ്പം തന്നെ എത്ര വാർത്തകളായി ഈ തിരക്കിനിടയിൽ നിന്ന് ബസ്സിൽ നിന്ന് തെറിച്ച് വീണെന്നുള്ള എത്രയോ വാർത്തകളായി. എന്നിട്ട് ഒരു കുലുക്കോ ഇല്ല. ഇപ്പോഴും വാശി. നമ്മളതിലേ പോകുള്ളൂ. വരും, ഇപ്പം വരും പ്രിയദർശിനി. എൻ്റെ പൊന്നോ.